വിശ്വാസികൾ പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിൽ ആരാധനാ കർമ്മങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിസ്കാരം എന്നുള്ളത്. നമ്മളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിച്ചില്ല എങ്കിൽ അടിക്കുകയും ചെയ്യണമെന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ മക്കള് അവർക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ അവരെ നിസ്കാരം കൊണ്ട് ശീലിപ്പിക്കണം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒന്നിച്ച് നിസ്കരിക്കാനും, അതേപോലെ തന്നെ ഉളൂ ചെയ്യുന്ന സാഹചര്യത്തിലും, പള്ളിയിലേക്ക് പോകുന്നതായ ആൺകുട്ടികളാണെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നതായ സമയത്ത് കൂടെ ചേർത്തിക്കൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതായ രീതി, ഇങ്ങനെ തുടർന്നുകൊണ്ട് നമ്മൾ അവരെ നിസ്കാരം കൊണ്ട് ശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ പെൺകുട്ടികളെ അവരുടെ ഉമ്മമാർ വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് ഒന്നിച്ച് നിസ്കാരം നിർവഹിക്കുകയും ആ രീതിയിൽ ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ദീനുൽ ഇസ്ലാമിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യം വളരെ മഹത്വമാണ്. നിസ്കാരം നിർവഹിച്ചില്ല എങ്കിൽ അതിന്റെ ശിക്ഷ അതികഠോരമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം എന്നതിനെ കുറിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, നിൽക്കാൻ കഴിയില്ലാത്ത ആളുകൾ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണമെന്നും, ഇരിക്കാൻ കഴിയില്ലാത്തവർ കിടന്നുകൊണ്ട് നിസ്കരിക്കണമെന്നും, കിടക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കാൻ അശക്തരായ ആളുകൾ അവര് തന്റെ കൺപോളകളെ കൊണ്ട് നിസ്കാരത്തിന്റെ രൂപങ്ങൾ സങ്കല്പിക്കണമെന്നും, അതിനൊക്കും കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ മനസ്സിൽ നിസ്കാരത്തിന്റെ രൂപങ്ങൾ സങ്കല്പിക്കണമെന്നുള്ള രീതിയിലാണ്. അത്രത്തോളം നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം അശക്തരായ ആളാണെങ്കിൽ പോലും നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൽപ്പന ഉള്ളത്. അസ്വലാത്തു മിഫ്താഹുൽ ജന്ന, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിസ്കാരം എന്നുള്ളത് സ്വർഗത്തിന്റെ താക്കോലാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മളുടെ കൈകളിൽ നിസ്കാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിൽ കാണാം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്നുള്ളത് എല്ലാ ചീത്തയായ കാര്യങ്ങളെ തൊട്ട് തടഞ്ഞു നിർത്തും. പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാം നിഷേധിക്കപ്പെട്ടതായ കാര്യങ്ങളെ തൊട്ടും തടഞ്ഞു നിർത്തും.